യുഎഇയിൽ വേനൽച്ചൂട് പുതിയ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് അതികഠിനമായി തുടരുകയാണ്. ഇക്കുറി വേനൽക്കാലത്ത് ആദ്യമായി രാജ്യത്തെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് തൊട്ടിരിക്കുന്നു. അബുദാബിയിലെ അൽ ഷവാമക്കിലാണ് ഉച്ചയ്ക്ക് 2:30 ഈ ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. മരുഭൂമിയിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റും കഠിനമായ സൂര്യപ്രകാശവും ജനജീവിതത്തെ സങ്കീർണമാക്കുമ്പോൾ രാജ്യത്തെ ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതീവ ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതികഠിനമായ ചൂടിനൊപ്പം രാജ്യത്തിന്റെ ചില മേഖലകളിൽ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം വേനൽക്കാല പ്രതിഭാസങ്ങളുടെ സങ്കീർണത തുറന്നു കാണിക്കുന്നു. വർഷത്തിലെ ഏറ്റവും ചൂടേറിയ മാസങ്ങളായ ജൂലൈ ഓഗസ്റ്റ് കാലയളവിൽ യുഎഇയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ താപനില സാധാരണയായി 45 ഡിഗ്രിയേക്കാൾ ഉയരാറുണ്ട്. കിഴക്കൻ മേഖലകളിൽ നിന്നുള്ള ന്യൂനമർദ്ദവും അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളും കാരണം ആകാശത്ത് കൺവെക്റ്റീവ് മേഘങ്ങൾ രൂപപ്പെടാനും ഇത് ചില തെക്കൻ പ്രദേശങ്ങളിലും കിഴക്കൻ മേഖലകളിലും മഴയ്ക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റ് പൊടിപടലങ്ങൾ ഉയർത്താനും കാഴ്ചാപരിധി കുറയ്ക്കാനും സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുന്നവർ പ്രത്യേക കരുതൽ എടുക്കേണ്ടതുണ്ട്. കടൽ പൊതുവെ ശാന്തമായിരിക്കുമെങ്കിലും തീരദേശങ്ങളിൽ ഉയർന്ന ആർദ്രത അനുഭവപ്പെടുന്നത് ചൂടിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അതികഠിനമായ ചൂടിൽ മണിക്കൂറുകളോളം പുറത്ത് ചെലവഴിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ആന്തരിക സമതുലിതാവസ്ഥ തകർക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കുന്നു. അന്തരീക്ഷ താപനില 40 ഡിഗ്രിക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ ശരീരം വിയർപ്പിലൂടെ സ്വയം തണുപ്പിക്കാൻ പരമാവധി ശ്രമിക്കും. എന്നാൽ ഈ പ്രക്രിയയിലൂടെ ദ്രുതഗതിയിൽ ജലാംശവും ജീവകണങ്ങളായ സോഡിയം, പൊട്ടാസ്യം എന്നിവയും നഷ്ടപ്പെടുന്നു. തൽഫലമായി രക്തസമ്മർദ്ദം പെട്ടെന്ന് താഴുകയും നിർജ്ജലീകരണം, സൂര്യാഘാതം, അതികഠിനമായ തലകറക്കം, ബോധക്ഷയം എന്നിവ സംഭവിക്കുകയും ചെയ്യുന്നു. പകൽ 12 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്താണ് സൂര്യന്റെ ഉഷ്ണരശ്മികൾ ഏറ്റവും ശക്തി പ്രാപിക്കുന്നത്. ഈ സമയത്ത് അനാവശ്യമായി പുറത്തിറങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിൽ പുറത്തു പോകേണ്ടി വരുമ്പോൾ അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിലേക്ക് ചൂട് ആഗിരണം ചെയ്യുന്നത് കുറയ്ക്കും. കുട, തൊപ്പി, UV കിരണങ്ങളെ പ്രതിരോധിക്കുന്ന സൺഗ്ലാസുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ചർമ്മത്തെയും കണ്ണുകളെയും സംരക്ഷിക്കും. ശരീരത്തിലെ ദ്രാവക നഷ്ടം നികത്താൻ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തി തന്റെ ശരീരഭാഗത്തിലെ ഓരോ 25 കിലോഗ്രാമിനും 1 ലിറ്റർ വീതം വെള്ളം ദിനംപ്രതി കുടിക്കണമെന്നാണ് ആരോഗ്യ നിർദ്ദേശം. സാധാരണ നിലയിൽ ദിവസേന കുറഞ്ഞത് 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ശുദ്ധജലത്തിന് പുറമെ ORS ലായനി, സംഭാരം, കരിക്കിൻ വെള്ളം എന്നിവ കുടിക്കുന്നത് ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കും. കഠിനമായ ക്ഷീണം, അമിതമായ ദാഹം, മൂത്രത്തിന്റെ നിറം മാറ്റം എന്നിവ കണ്ടാൽ അത് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണമായി കണ്ട് ഉടനടി തണലുള്ള സ്ഥലങ്ങളിലേക്ക് മാറുകയും വൈദ്യസഹായം തേടുകയും വേണം. വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിലെ കഠിനമായ ചൂട്. വേനൽ ചൂടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിനുള്ളിലെ താപനില മിനിറ്റുകൾക്കുള്ളിൽ പുറത്തെ അന്തരീക്ഷ താപനിലയേക്കാൾ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഗ്രീൻ ഹൗസ് പ്രഭാവത്തിന് സമാനമായ പ്രക്രിയയിലൂടെ വാഹനത്തിന്റെ ഗ്ലാസ് ജനലുകളിലൂടെ അകത്തേക്ക് കടക്കുന്ന സൂര്യരശ്മികൾ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുകയും വാഹനത്തെ ഒരു ചൂളയാക്കി മാറ്റുകയും ചെയ്യുന്നു. പുറത്ത് 50 ഡിഗ്രി ചൂടുള്ളപ്പോൾ വാഹനത്തിനുള്ളിലെ താപനില വളരെ വേഗത്തിൽ 70 ഡിഗ്രിക്ക് മുകളിലേക്ക് കുതിച്ചുയരാൻ ഇതിടയാക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെയോ പ്രായമായവരെയോ വളർത്തുമൃഗങ്ങളെയോ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്കാക്കി പോകുന്നത് ദാരുണമായ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ജനലുകൾ നേരിയ അളവിൽ തുറന്നിട്ടാൽ പോലും ഉള്ളിലെ താപനില ഉയരുന്നത് തടയാനാവില്ല. മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളുടെ ശരീരം 3 മുതൽ 5 ഇരട്ടി വരെ വേഗത്തിലാണ് ചൂടാകുന്നത്. ഇതവരുടെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിമിഷ നേരത്തിനുള്ളിൽ തകരാറിലാക്കാം. കടകളിൽ കയറാനോ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പോലും ആരെയും കാറിനുള്ളിലിരുത്തി ലോക്ക് ചെയ്ത് പോകരുതെന്ന് ദുബായ്, അബുദാബി പോലീസും ആരോഗ്യ മന്ത്രാലയങ്ങളും കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഠിനമായ വേനൽ ചൂടിൽ പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി UAE മാനവ വിഭവശേഷി മന്ത്രാലയം കർശനമായ മധ്യാഹ്ന ഇടവേള നിയമം നടപ്പിലാക്കി വരുന്നുണ്ട്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശമേൽക്കുന്ന തുറസായ സ്ഥലങ്ങളിലെ ജോലികൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. 20-ലധികം വർഷങ്ങളായി വിജയകരമായി തുടർന്നു പോരുന്ന ഈ നിയമം തൊഴിൽ സുരക്ഷാ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുള്ള ഒന്നാണ്. തൊഴിലാളികൾക്ക് വിശ്രമിക്കാനായി തണലുള്ള മുറികളും തണുത്ത കുടിവെള്ളവും അടിയന്തര പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങളും ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളും കരാറുകാരും കമ്പനികളും നിർബന്ധമായും ഒരുക്കേണ്ടതുണ്ട്. നിയമം ലംഘിച്ച് ഉച്ചസമയത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ഓരോ തൊഴിലാളിക്കും 5000 ദിർഹം വീതം കനത്ത പിഴ ചുമത്തുകയും ചെയ്യും. ലംഘനങ്ങൾ തുടരുന്ന കമ്പനികളുടെ വർക്ക് പെർമിറ്റുകൾ താൽക്കാലികമായി റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികൾ മന്ത്രാലയം സ്വീകരിക്കുന്നുണ്ട്. സാങ്കേതികമായി നിർത്തിവെക്കാൻ സാധിക്കാത്ത കോൺക്രീറ്റ്, അസ്ഫാൾട്ട് പണികൾ എന്നിവയ്ക്ക് നിയമത്തിൽ ചില ഇളവുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത്തരം സാഹചര്യങ്ങളിലും തൊഴിലാളികൾക്ക് ആവശ്യത്തിന് തണലും വിശ്രമവും നിർബന്ധമായും ഉറപ്പാക്കണം. ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ ഗൾഫ് മേഖലയിലും പ്രകടമായി അനുഭവപ്പെടുന്നുണ്ട്. അതിതീവ്രമായ ചൂടും അപ്രതീക്ഷിതമായ മഴയും പൊടിക്കാറ്റും മാറി മാറി വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളെ കാണിക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് നമ്മളെയും നമ്മെ ആശ്രയിക്കുന്നവരെയും സംരക്ഷിക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും കടമയാണ്.
വിനോദയാത്രകൾക്കോ വ്യായാമത്തിനോ ആയി തുറസായ സ്ഥലങ്ങളിലും കടൽ തീരങ്ങളിലും സമയം ചിലവഴിക്കുന്നവർ ചൂടിന്റെ ഭീഷണി മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് വേണം യാത്രകൾ പ്ലാൻ ചെയ്യാൻ. ആരോഗ്യ വകുപ്പിന്റെയും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയൽവാസികളെയും സഹപ്രവർത്തകരെയും വിശേഷിപ്പിച്ച് പ്രായമായവരെയും രോഗികളെയും കുട്ടികളെയും ഈ വേനൽക്കാലത്ത് കരുതേണ്ടതുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യസഹായം തേടാനും രോഗലക്ഷണങ്ങൾ കാണിക്കുന്നവരെ തണലുള്ള തണുത്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി പ്രാഥമിക ശുശ്രൂഷ നൽകാനും എല്ലാവരും സന്നദ്ധരാകണം. കൃത്യമായ കരുതലും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കലുമാണ് ഈ കൊടും ചൂടിനെ തരണം ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.